നിഷ്കളങ്കമായ ചിരിയാണ് നടി സുബ്ബുലക്ഷ്മിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മലയാളികൾക്ക് മനസ്സിലേക്ക് ആദ്യം ഓടിവരിക. കല്യാണരാമൻ, പാണ്ടിപ്പട തുടങ്ങി ഒരു പിടി മലയാളം, തമിഴ് സിനിമകളുടെ ഭാഗമായിട്ടുള്ള സുബ്ബുലക്ഷ്മി ഒരു മാസം മുൻപാണ് വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് അന്തരിച്ചത്. നന്ദനം, രാപ്പകൽ, കല്യാണരാമൻ തുടങ്ങിയ നിരവധി ഹിറ്റുകളിലൂടെ ശ്രദ്ധയാകർഷിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട അമ്മൂമ്മയുടെ വേർപാട് പ്രേക്ഷകർക്കും വലിയ വേദനയാണ് സമ്മാനിച്ചത്. 87 വയസ്സായിരുന്നു മരിക്കുമ്പോൾ പ്രായം. സംഗീതജ്ഞയെന്ന നിലയിലും പേരുകേട്ട സുബ്ബുലക്ഷ്മി സംഗീതജ്ഞയായിട്ടായിരുന്നു കലാരംഗത്ത് അരങ്ങേറിയത്. ആർ സുബ്ബുലക്ഷ്മി ജവഹർ ബാലഭവനിൽ സംഗീത അധ്യാപികയായും പേരെടുത്തിരുന്നു. ഓൾ ഇന്ത്യ റേഡിയോയിൽ 1951 ആർ സുബ്ബുലക്ഷ്മി പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും സുബ്ബുലക്ഷ്മി തിളങ്ങിയിരുന്നു. സിനിമയിൽ അരങ്ങേറ്റം നന്ദനത്തിലൂടെയായിരുന്നു. വേശാമണി അമ്മാൾ എന്ന മുത്തശ്ശി കഥാപാത്രത്തിലൂടെ ആർ സുബ്ബുലക്ഷ്മി പ്രേക്ഷകരുടെ ഹൃദയം കവർന്നു. ചിരിയിൽ തെല്ലൊരു നൊമ്പരവും ഉള്ളിലൊതുക്കുന്ന രംഗങ്ങളും ചിത്രത്തിൽ സുബ്ബുലക്ഷ്മി മികവുറ്റതാക്കി. സുബ്ബുലക്ഷ്മിയെ പ്രിയങ്കരിയാക്കിയ മറ്റൊരു മുത്തശ്ശി കഥാപാത്രം കല്യാണരാമനിലേതായിരുന്നു. കാർത്യായനിയായിരുന്നു സുബ്ബുലക്ഷ്മി കല്യാണരാമനിൽ. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മുത്തശ്ശൻ കഥാപാത്രവുമായുള്ള സുബ്ബുലക്ഷ്മിയുടെ കെമിസ്ട്രി വർക്കായതും അവരുടെ ചിരി പടർത്തിയ വാർദ്ധക്യ പ്രണയവും നിഷ്കളങ്കമായ നാണവും മോണ കാട്ടിയുള്ള ചിരിയുമെല്ലാം കല്യാണരാമന്റെ വിജയഘടകങ്ങളായിരുന്നു. വിജയ് നായകനായി പ്രദർശനത്തിനെത്തിയ ചിത്രം ബീസ്റ്റിലായിരുന്നു ആർ സുബ്ബുലക്ഷ്മി അവസാനമായി വേഷമിട്ടത്. മകളും നടിയുമായ താര കല്യാണിന്റെ വീടിനോട് ചേർന്നുള്ള ഫ്ളാറ്റിലായിരുന്നു സുബ്ബുലക്ഷ്മി താമസിച്ചിരുന്നത്. മകൾക്ക് ബാൽക്കണിയിൽ നിന്നും നോക്കിയാൽ അമ്മയെ കാണാൻ സാധിക്കുന്ന രീതിയിലായിരുന്നു വീടുകൾ. സുബ്ബുലക്ഷ്മി പോയതോടെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അമ്മൂമ്മയുടെ ഫ്ളാറ്റ് ഒഴിഞ്ഞുകൊടുക്കുന്ന തിരക്കിലായിരുന്നു മകൾ താര കല്യാണിയും കൊച്ചുമകൾ സൗഭാഗ്യയും. അമ്മൂമ്മ പോയപ്പോൾ അമ്മൂമ്മയുടെ സ്വത്തിൽ പാതി തനിക്ക് ലഭിച്ചതിന്റെ സന്തോഷം പങ്കിട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സൗഭാഗ്യ. സ്വത്തെന്ന് സൗഭാഗ്യ ഉദ്ദേശിച്ചത് പണവും ആഭരണങ്ങളും ഭൂമിയും ഒന്നുമല്ല. അത് വർഷങ്ങളായി സുബ്ബുലക്ഷ്മി അമ്മൂമ്മയുടെ ശേഖരത്തിലുണ്ടായിരുന്ന പാത്രങ്ങളും സാരികളും വിഗ്രഹങ്ങളും അലങ്കാര വസ്തുക്കളുമെല്ലാമാണ്. സൗഭാഗ്യ വീഡിയോ ആരംഭിക്കുന്നത് അമ്മൂമ്മയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടാണ്. അമ്മൂമ്മയ്ക്ക് അമ്മൂമ്മ ആഗ്രഹിച്ചതുപോലൊരു യാത്രയയപ്പാണ് കിട്ടിയതെന്ന് സൗഭാഗ്യ പറയുന്നു. എന്റെ മരണാനന്തര ചടങ്ങുകൾ എങ്ങനെയായിരിക്കണം, ലോകം എന്നെ എങ്ങനെ കാണണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ അമ്മൂമ്മ പറഞ്ഞിരുന്നു. ആ ആഗ്രഹം എല്ലാം സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അമ്മൂമ്മ ആഗ്രഹിച്ചതുപോലൊരു യാത്രയപ്പാണ് കിട്ടിയത്. അമ്മൂമ്മ താമസിച്ചിരുന്ന ഫ്ളാറ്റ് ഒഴിഞ്ഞുകൊടുക്കണമായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എല്ലാവരും ഭാഗിച്ചെടുക്കുകയായിരുന്നു. കുറച്ച് വിഗ്രഹങ്ങളും കുറേയേറെ പാത്രങ്ങളും കുറച്ചധികം സാരികളുമൊക്കെയാണ് ഞാൻ എടുത്തുകൊണ്ടുവന്നത് എന്നാണ് സൗഭാഗ്യ പറഞ്ഞത്. ചാക്കിൽ കെട്ടിക്കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം താരം വീഡിയോയിൽ തുറന്നു കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അമ്മൂമ്മയുടെ സാന്നിധ്യമില്ലാതെ അമ്മൂമ്മ താമസിച്ചിരുന്ന ഫ്ളാറ്റിലേക്ക് ചെന്നപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് വിവരിച്ചും സൗഭാഗ്യ വീഡിയോ പങ്കുവച്ചിരുന്നു. സൗഭാഗ്യയുടെ പുതിയ വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടെ നിരവധി ആരാധകരാണ് കമന്റുകളുമായി എത്തിയത്. ആരോഗ്യമുള്ള കാലം ജോലി ചെയ്ത് അവസാനം വരെ കഴിയാനുള്ള സേവിങ്സ് കൂട്ടിവെച്ച് ആരെയും ബുദ്ധിമുട്ടിക്കാതെ സന്തോഷത്തോടെ മരണം വരെ കഴിഞ്ഞ സുബ്ബുലക്ഷ്മി അമ്മയോട് ബഹുമാനം തോന്നുന്നുവെന്നാണ് ഏറെയും കമന്റുകൾ. വളരെ മനോഹരമായ വീഡിയോ. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒന്നുമില്ല. ഇത്രയും സ്നേഹമുള്ള കുടുംബം. അമ്മൂമ്മ ഇതൊക്കെ കണ്ട് സന്തോഷിക്കും, അനുഗ്രഹിക്കുമെന്നും കമന്റുകളുണ്ട്. സൗഭാഗ്യക്ക് പുറമെ മകൾ താര കല്യാണും സുബ്ബുലക്ഷ്മിയുടെ സാധനങ്ങൾ ഓർമ്മക്കായി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.